ബീഹാറിലെ നീറ്റ് പരീക്ഷാ തട്ടിപ്പിൽ കൂടുതൽ പേർ അറസ്റ്റിലായിട്ടുണ്ട്. ലക്ഷങ്ങൾ നൽകിയെന്നും ചോദ്യപേപ്പർ തലേന്ന് കിട്ടിയെന്നും അറസ്റ്റിലായ വിദ്യാർത്ഥികൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം കേസിൽ എൻഐഎക്ക് സുപ്രീംകോടതി വീണ്ടും നോട്ടീസ് അയച്ചിട്ടുണ്ട്. സിബി ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അസിത, നീറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യാപകമായ ക്രമക്കേടുകളും കൂടുതൽ പേരുകളും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ 4 പേർ കൂടിയാണ് അറസ്റ്റിലായിരിക്കുന്നത്. ബീഹാർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ബീഹാറിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന വിഭാഗമാണ് ഇന്ന് 4 പേരെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 9 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതുപോലെ ഇപ്പോൾ ആകെ 13 പേരാണ് ഈ ഒരു നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഈ തങ്ങൾക്ക് ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയെന്ന് ഇവർ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായ സൂത്രധാരൻ എന്ന് പറയുന്നത് ദാനാപൂർ മുനിസിപ്പാലിറ്റിയിലെ മുൻ എഞ്ചിനീയറായ സിക്കന്ദർ യാദവേന്ദുവാണ് ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ. ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും ഇയാൾ 30 ലക്ഷം രൂപയാണ് വാങ്ങിയാണ് ഈ ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തത് എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും ഇതെല്ലാം തന്നെ മൊഴിയായി ലഭിച്ചിട്ടുമുണ്ട്. ഈ നീറ്റ് പരീക്ഷയുടെ തലേ ദിവസം തന്നെ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ലഭിച്ചുവെന്ന് ഈ വിദ്യാർത്ഥികൾ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളെയും അടക്കം ചോദ്യം ചെയ്യുകയും ചെയ്തു. അതേസമയം തന്നെ ഈ ഒരു കേസ്, നീറ്റ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സുപ്രീം കോടതിയിൽ വീണ്ടും ചില ഹർജികൾ വരികയും ഈ ഹർജിയിൽ ഇപ്പോൾ ദേശീയ പരീക്ഷാ ഏജൻസിക്ക് ഇത്തരത്തിൽ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ എല്ലാ കേസുകളും ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഹർജി നൽകിയത്. ഈ സുപ്രീം കോടതി ഇനിയിപ്പോൾ ഈ കേസ് അടുത്ത ദിവസം 8-ാം തീയതി പരിഗണിക്കുകയും ചെയ്യും. അതേസമയം തന്നെ ഇതിൽ ഹൈക്കോടതിയുടെ എല്ലാ നടപടികളും സുപ്രീം കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ കൗൺസിലിംഗ് നടപടികളെല്ലാം തന്നെ നിർത്തിവെക്കുന്ന ആവശ്യം കൂടി ഉന്നയിച്ചെങ്കിലും അത് കൗൺസിലിംഗ് നടപടികൾ തുടരട്ടെ എന്നൊരു സമീപനമാണ് സുപ്രീം കോടതി എടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ഇനി ഈ ഒരു വിഷയത്തിൽ നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചും കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചും ഇപ്പോൾ നീറ്റ് പരീക്ഷയും നെറ്റ് പരീക്ഷയും എല്ലാം തന്നെയും അതിന് വിശ്വാസ്യതയും സുതാര്യതയും ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഈ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയാണ്. വ്യാപകമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ തലസ്ഥാന നഗരിയിൽ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ മന്ത്രാലയ ഓഫീസിലേക്ക് SFIയുടെ നേതൃത്വത്തിൽ വലിയ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. അതുകൂടാതെ രാവിലെ NSUIയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നരേന്ദ്രമോദി ട്രോളിക്കൊണ്ട് യുദ്ധങ്ങൾ വരെ നിർത്താൻ വേണ്ടി കഴിയുന്ന നരേന്ദ്രമോദിക്ക് ഒരു ചോദ്യപേപ്പറിൻ്റെ ചോർച്ച തടയാൻ കഴിയില്ല എന്നെല്ലാം തന്നെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. ഇനി വരുന്ന പാർലമെൻറ്റിൽ ലോക്സഭയിലെ വരുന്ന ആദ്യ സമ്മേളനത്തിൽ തന്നെ ഈ ഒരു വിഷയം ഉയർത്തുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കുകയും ചെയ്തു. എന്നാലും നീറ്റ് പരീക്ഷയെ സംബന്ധിച്ച് നീറ്റ് പരീക്ഷയും നെറ്റ് പരീക്ഷയും ഈ സുപ്രധാനമായ പരീക്ഷകളിൽ വിശ്വാസ്യതയും സുതാര്യതയും ഇല്ല എന്നുള്ളത് വ്യക്തമാകുന്ന തെളിവുകൾ പുറത്തുവരുമ്പോൾ സ്വാഭാവികമായും നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഈ വിദ്യാഭ്യാസ നയത്തെ കൂടുതൽ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വീണ്ടും കൂടുതൽ തെളിവുകളും കൂടുതൽ അറസ്റ്റുകളും ഇനി വരും ദിവസങ്ങളിലും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അസിത. സിബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്.